नाथप्रायुषभद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भगवती नैष्टिके मुखं करोति वाचालं पङ्कुं लङ्घयते गिरिं यत्कृपातमं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमैश्वरं योऽन्धः प्रविश्य मम वाच ममां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं जयदं सुहृदो पङ्गुर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधा मदनमोहन तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं परमानंद पाठाय प्रेमवर्ष्यक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः हरे कृष्णा हरि ओम तत्सत എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 16-ാമത്തെ അധ്യായം 23-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? യദ്വാംബത്തെ ഭൂരി ഭരാവതാരാം കൃതാവതാരസ്യ ഹരേർധരിത്രീം അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ടാം കർമാണി നിർവാണ വിലംബിതാനി യദ്വാംബത്തെ ഭൂരി ഭരാവതാരാം കൃത്വാതാരസ്യ ഹരേർധരിത്രീം അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ടാം കർമാണി നിർവാണ വിലംബിതാനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. യദ്വാംബത്തെ ഭൂരി ഭരാവതാര കൃതാവതാരസ്യ ഹരേർധരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർമ്മാണ വിളംബിതാനി. ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ ഭൂമാതാവേ, പരമദിവ്യോത്തമ പുരുഷനായ ഹരി ഭവതിയുടെ ഭാരം അകറ്റുവാനായി മാത്രം സ്വയം ശ്രീകൃഷ്ണ ഭഗവാനായി അവതരിച്ചു. ഇവിടെ അവിടുത്തെ എല്ലാ പ്രവൃത്തികളും അതീന്ദ്രിയമായതാണ്. മാത്രവുമല്ല അവ മോക്ഷമാർഗത്തെ ദൃഢീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവിടുത്തെ സാന്നിധ്യം ഭവതിക്ക് നഷ്ടമാകുന്നു. ഒരുപക്ഷെ ഭവതി ഇപ്പോൾ ആ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ചിന്തിച്ച് അവയുടെ അഭാവത്തിൽ വിഷമിക്കുകയാവാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. Hare Krishna. O Mother Earth, the Supreme Personality of Godhead Hari incarnated himself as Lord Sri Krishna just to unfold your heavy burden. All his activities here are transcendental and they cement the path of liberation. You are now bereft of his presence. You are probably now thinking of those activities and feeling sorry in their absence. ഇവിടെ നമുക്കറിയാം, ഇവിടെ സംവാദം നടക്കുന്നത് ആരുടെ ഇടയിലാണ്? ധർമ്മ ആരായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇവിടെ ബുള്ളായിട്ട്, ധര പൃഥ്വി ആരായിട്ടാണ് പശു. അവർ രണ്ടുപേരും തമ്മിലുള്ള സംവാദമാണ്. അത് പശു ബുള്ളിനോട് ചോദിക്കുകയാണ്, അതായത് ധർമ്മത്തിനോട് ചോദിക്കുകയാണ്, ധർമ്മയോട് ചോദിക്കുകയാണ്, പൃഥ്വിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എപ്പോഴും ദുഃഖിതനായിട്ട്, എന്താണ് ദുഃഖം? ഒരുപാട് ദുഃഖം കാണുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ന കാരണം കൊണ്ടാണോ ദുഃഖിക്കുന്നത്, ഇന്ന കാരണം കൊണ്ട്. അങ്ങനെ 19-ാമത്തെ ശ്ലോകം മുതൽക്ക് 24-ാമത്തെ ശ്ലോകം വരെ ഓരോന്നും ചോദിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് കാരണത്താലാണോ ദുഃഖിക്കുന്നത്, ഇതാണോ അങ്ങയുടെ ദുഃഖത്തിന് കാരണം, ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംവാദമാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഓ മദർ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹരി incarnated himself as Lord Sri Krishna just to unload your heavy burden. നമുക്കറിയാം, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യഥാ യഥാ ഈ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ എന്തിനാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത്? എസ്പെഷ്യലി ഭൂമിദേവിയുടെ ആ ഒരു ക്ലേശങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇവിടെ അസുരന്മാരുടെ ആ രാജഭരണം, അതായത് ഭൂമിദേവിക്ക് ഒരുപാട് ഭാരം, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഭൂമിദേവി ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവ് ശിവൻ ഭഗവാന്റെ അടുത്ത് പോയി, എല്ലാവരും കൂടിയിട്ട് ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് പോയി. അപ്പൊ ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നതന്നെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം എല്ലാ
സാധുജനങ്ങൾക്കും എല്ലാ ഭക്തർക്കും അവരെ സംരക്ഷിക്കാനും അതേപോലെ അസുരന്മാരായിട്ടുള്ള രാജാക്കന്മാരെ നിഗ്രഹിക്കാനും വേണ്ടിയിട്ടും ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്. All his activities here are transcendental and they cement the path of liberation. ഭഗവാൻ ഇവിടെ ഈ ധരാതലിൽ വന്നപ്പോൾ സമയത്ത് എല്ലാ ലീലകളും അതെല്ലാം എന്താ ദിവ്യതരത്തിലുള്ള ലീലകളാണ്. അതെല്ലാം ഭക്തരെ ഇതിലേക്ക് മുക്തിയിലേക്ക് നയിക്കും. സിമെന്റ് ദ പാത്ത് ഓഫ് ലിബറേഷൻ. നമ്മുടെ ഒരു നല്ലൊരു ടാറിട്ട റോഡിനെങ്കിൽ സുഖമായിട്ട് നമുക്ക് നടക്കാം, അതുകൂടെ വാഹനങ്ങൾ ഓടിച്ചു പോവാം. അതായത് നല്ലൊരു പാത ഇല്ലെങ്കിൽ നമുക്ക് കുണ്ടും കുഴിയാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ ഇവിടെ വന്ന് ധർമ്മമെല്ലാം പുനഃസ്ഥാപിച്ചപ്പോൾ എല്ലാവർക്കും മുക്തിക്ക് ഈസിയായി, അത് മുക്തി സ്ഥലമായി. കാരണം ഭഗവാന്റെ ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ഭഗവാന്റെ ആദേശപ്രകാരം ജനങ്ങളെല്ലാം ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇവിടുന്ന് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ വളരെ വളരെ സരളമായി എന്ന് പറയും. യു ആർ നൗ ബെറപ്റ്റ് ഓഫ് ഹിസ് പ്രസൻസ്. ഇപ്പോ ഭഗവാൻ ഇവിടുന്ന് സ്വധാമത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് വീണ്ടും ഈ ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ആര് പറയുന്നു? ആരാണ് പറയുന്നത്? ആരോട് പറയുന്നു? Yes. You are probably now thinking of those activities and feeling sorry in their. അപ്പൊ ഭഗവാന്റെ ഭാവത്തില് അതെല്ലാം ആലോചിച്ച് അതെല്ലാം ഓർത്ത് ഇപ്പൊ അതിനെപ്പറ്റി ദുഃഖിക്കുകയാണോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. So the activities of the Lord include liberation, but they are more relishable than the pleasure derived from nirvana or liberation. പ്രഭുവാദ പർപ്പോട്ടിൽ പറയുന്ന ഭഗവാന്റെ ലീലകളെല്ലാം നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച എന്ന് പറയുന്നത്. ഭഗവാന്റെ ലീലകളെല്ലാം നമ്മൾ ശ്രവിക്കുമ്പോൾ ആ മാർഗത്തിലൂടെ, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അത് പ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് എന്താണ് നിർവാണ, ലിബറേഷൻ. അതാണ് കേട്ടോ നിർവാണ പറഞ്ഞ ലിബറേഷൻ. അതായത് ഭൗതിക ലോകത്ത് നിന്ന് നമുക്ക് മുക്തി കിട്ടും. The activities of Lord include liberation, but they are more relishable than the pleasure derived from nirvana. ബുദ്ധിസം പറയുന്ന നിർവാണ അല്ല അവിടെ പറയുന്നത്, അതൊരു ശൂന്യതയിലേക്ക് കൊണ്ടുവരാണ്. ഇവിടെ നിർവാണം എന്ന് പറഞ്ഞാൽ ഭഗവത് ധാമിലേക്ക് പോവുക, ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ തലത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്കോ അല്ലെങ്കിൽ ഗോലോകത്തിലേക്കോ നമ്മളെ ഉയർത്തപ്പെടുക. അതാണ് ബുദ്ധിസം പറയുന്ന നിർവാണം. ശൂന്യവാദം, ഓക്കെ, നിർവിശേഷവാദം, ശൂന്യവാദം അതല്ല. പക്ഷെ ഈ ഭക്തന്മാര് അനുഭവിക്കുന്ന ആ നിർവാണം, ലിബറേഷൻ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ സാധാരണ ഉള്ള ആ നിർവാണം, ശൂന്യവാദം അല്ലെങ്കിൽ നിർവിശേഷവാദമുള്ള ആ നിർവാണം, ലിബറേഷൻ നമ്മളുടെ അസ്തിത്വത്തിനെ നമ്മൾ കളഞ്ഞു കുളിക്കുകയാണ്. അത് നമ്മൾ ഒരു തുള്ളി വെള്ളവും ഒരു സാഗരത്തിലുള്ള വെള്ളവും കമ്പയർ ചെയ്യുന്ന പോലെയാണ്. ഭക്തന്മാരുടെ നിർവാണം അല്ലെങ്കിൽ ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷം, സ്വരൂപം കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ സാഗരത്തിനോട് തുല്യ ഒരു ഉപമിക്കുന്നതാണ്. നേരെ മറിച്ച് ഇമ്പൾസലിസം, മായവാദ ഫിലോസഫി അനുസരിച്ചുള്ള ആ നിർവാണം അല്ലെങ്കിൽ ലിബറേഷൻ ഒരു തുള്ളി വെള്ളത്തിന്റെ ഒരു സമാനമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു തുള്ളി വെള്ളം ഇവിടെ ഒരു സാഗരത്തിലെ വെള്ളം. അപ്പൊ മുക്തി, ഇംപേഴ്സണൽ റിയലൈസേഷൻ, ഇംപേഴ്സണൽ ലിബറേഷൻ, അത് ആ മുക്തിയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഭഗവത് ധാമിലേക്ക് പോകുന്ന ആ മുക്തി. ചൈതന്യ മഹാപ്രഭു 7 ദിവസം, സർവഭൗമ ഭട്ടാചാര്യ 7 ദിവസം ചൈതന്യ മഹാപ്രഭുവിനെ വേദാന്തത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുത്തു. ഇതെല്ലാം കേട്ടിട്ട് അവസാനം ചൈതന്യ മഹാപ്രഭുയോട് ചോദിച്ചു, ഇതേവരെ ഒരു ചോദ്യം കൂടി ചോദിച്ചില്ല, അങ്ങക്ക് വല്ലതും മനസ്സിലായോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും 7 ദിവസം ഞാൻ പറഞ്ഞിട്ടും വേദാന്തത്തിനെ പറ്റി സംസാരിച്ചിട്ടും അതിനെപ്പറ്റി ഒരു അഭിപ്രായം, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങക്ക് എന്താണ് മനസ്സിലായതെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി വേദങ്ങളിൽ, പക്ഷെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എനിക്കൊന്നും മനസ്സിലായില്ല. അതെല്ലാം എന്താണ് ശരിക്കുള്ള ഇന്റർപ്രിട്ടേഷൻ ഇല്ല. ആദിശങ്കരാചാര്യരുടെ നിർവിശേഷം ആയിട്ടുള്ള ആ ഇന്റർപ്രിട്ടേഷൻ, അതല്ല ശരിക്കുള്ള ഇന്റർപ്രിട്ടേഷൻ. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു സർവഭൗമ ഭട്ടാചാര്യക്ക് ശരിക്കുള്ള പേഴ്സണൽ ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ ഭട്ടാചാര്യക്ക് അത്ഭുതം തോന്നി. ഞാൻ ഇത്രയും കാലം
ഒരു തെറ്റായിട്ടുള്ള ഒരു ഫിലോസഫി ആയിരുന്നല്ലോ ഞാൻ മനസ്സിൽ കരുതി. അതാണ് ഞാൻ മനസ്സിലാക്കിയതും അത് പ്രകാരമാണ് ഞാൻ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്തത്. അതും സ്വയം ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതിലുള്ള അടിയുറച്ച വിശ്വാസം തോന്നി. പിന്നെ അദ്ദേഹം ഒരു നല്ലൊരു ഭക്തനായിട്ട് മാറി, ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയിച്ചു. ആ ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയിച്ച ശേഷം അദ്ദേഹം ഭാഗവതത്തിലെ ഒരു ശ്ലോകം മുക്തിപദ, മുക്തിപദേ എന്നുള്ളത് ഭക്തിപദേ എന്നുള്ളതാക്കി. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇത് കണ്ടപ്പോ ഇത് പറഞ്ഞു തെറ്റാണ്, അങ്ങനെ മാറ്റാൻ പാടില്ല. ഭാഗവതത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? വ്യാസദേവനാണ്. വ്യാസദേവൻ ആരാണ്? ഭഗവാൻ സ്വയമാണ്. ഭഗവാന്റെ ശക്തി ആവേശവതരമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുക്തി എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ഇംപേഴ്സണൽ ലിബറേഷൻ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. അതുകൊണ്ട് ആ വാക്കിനോടും കൂടി ഒരു വിരക്തി തോന്നി. ആർക്ക്? ഭട്ടാചാര്യക്ക്. ഓക്കെ, ഒരു ഗ്രോസ് ഇംപേഴ്സണലിസ്റ്റ് ആയിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേഷൻ കാരണം അതെല്ലാം മറന്ന് ഒരു നല്ലൊരു ശുദ്ധ ഭക്തനായിട്ട് മാറി. മുക്തി എന്ന പദം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആകെ ഒരു വിഷമം. അതുകൊണ്ട് ആ ഭാഗവത്തിലെ ആ ശ്ലോകം മുക്തിപദേ എന്നുള്ള ആ ശ്ലോകം ഭക്തിപദേ ആക്കിയിട്ടാണ് അദ്ദേഹം റിസൈറ്റ് ചെയ്തത്. ചൈതന്യ മഹാപ്രഭു ഉടനെ പിടിച്ചു, ഇതെങ്ങനെ എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്തത്, എന്റെ കാരണം എന്നാണ്. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് മുക്തി കേൾക്കുമ്പോൾ തന്നെ എന്നൊരു എനിക്കത് ഒരു നന്നായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് ഭക്തിയാണ് അവിടെ വേണ്ടത്, ആപ്റ്റ് ആയിട്ടുള്ളത്, ശരിക്കുള്ള വാക്ക് ഭക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അവിടെ മുക്തിപദ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വേറൊരു പേരാണ്. മുക്തി എന്ന് പറഞ്ഞാൽ വെറും ഇംപേഴ്സണൽ റിയലൈസേഷൻ മാത്രമല്ല, ഇംപേഴ്സണൽ ലിബറേഷൻ മാത്രമല്ല, അത് ഭഗവാന്റെ ധാമിലേക്ക് സ്വരൂപത്തിൽ പോകുന്ന അതിനും മുക്തിപദ. ഭഗവാൻ ആ സ്വരൂപം കൊടുക്കുന്ന ഒരു പ്രക്രിയക്കും മുക്തി എന്ന് പറയും, മുക്തിപദ എന്ന് പറയും. അപ്പൊ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. അതുകൊണ്ട് ഭാഗവതത്തിൽ എന്താണോ വ്യാസദേവൻ എഴുതിയിരിക്കുന്നത് അത് മാറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭട്ടാചാര്യ സമ്മതിച്ചു. കാരണം അത്രയും ഒരു പാരഡൈം ഷിഫ്റ്റ്, അത്രയും ഒരു ചേഞ്ച് ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേഷനിൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ ആ എക്സ്പ്ലനേഷൻ, അദ്ദേഹം വേദാന്ത സൂത്രം മുഴുവൻ പറഞ്ഞ് കൊടുത്തെങ്കിലും അത് ഇംപേഴ്സണൽ ലെവലിലായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ അതിനെ കറക്റ്റ് ചെയ്ത് പേഴ്സണൽ ലെവലിൽ ഭഗവാൻ ഒരു പേഴ്സൺ ആണ്, അല്ലാണ്ട് അബ്സ്ട്രാക്ട് ലൈറ്റ് അല്ല എന്ന് ആ തത്വം, പേഴ്സണൽ ആയിട്ടുള്ള ആ തത്വം സിദ്ധാന്തം മനസ്സിലാക്കി കൊടുത്തപ്പോൾ സർവ്വഭൗമ ഭട്ടാചാര്യക്ക് വളരെ വളരെ ആനന്ദം തോന്നി എന്നാണ് പറയുന്നത്. ഇപ്പോൾ അക്കോർഡിംഗ് ടു ശ്രീല ജീവ ഗോസ്വാമി and Vishwanath Chakravarti Thakura, the word used here is nirvana vilambidani, that which minimizes the value of liberation. To attain nirvana, liberation, one has to undergo a severe type of tapasya, austerity, but the Lord is so merciful that he incarnates to diminish the burden of the earth. Simply by remembering such activities, one can defy the pleasure derived from nirvana. സാധാരണ നിർവാണം അല്ലെങ്കിൽ മുക്തി അവരെന്താണ്, അതിൽ ആനന്ദം കിട്ടുന്നു ആ സായുജ്യ മുക്തിയിൽ. പക്ഷേ അതിനു പകരം ടു റീച്ച് ദ ട്രാൻസൽ അബൌട്ട് ഓഫ് ദ ലോർഡ്, ടു അസോസിയേറ്റ് വിത്ത് ഹിം, എറ്റേൺലി എൻഗേജ് ഇൻ ദ ബ്ലിസ്ഫുൾ ലവിങ് സർവീസ്. അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗൗഡിയ വൈഷ്ണവ സിദ്ധാന്ത പ്രകാരം ഭക്തന്മാർക്ക് എന്താണ്? സായുജ്യ മുക്തിയല്ല. 5 തരത്തിലുള്ള മുക്തി ഉണ്ട്. ആ 5 തരത്തിലുള്ള മുക്തി സായുജ്യം, സാമീപ്യം, സാലോക്യം, സാഷ്ട്യം ആൻഡ് സാരൂപ്യം. ഇതിലെ സായുജ്യം ഗൗഡിയ വൈഷ്ണവന്മാര് അല്ലെങ്കിൽ വൈഷ്ണവന്മാര് സംസാരിക്കുകയില്ല. അത് ഏറ്റവും ലോവസ്റ്റ് ആണ്, ആർക്കും വേണ്ട. അത് ജ്ഞാനികൾക്ക് മാത്രമാണ്, അവർക്ക് മാത്രമാണ്. കാരണം വെച്ചാൽ അവർക്ക് ഭഗവാന്റെ ആ സ്വരൂപത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ജ്ഞാനികൾ മാത്രമാണ് ആ സായുജ്യ മുക്തിയിലെ ആനന്ദം കൊള്ളുന്നത്. പക്ഷെ ഭക്തന്മാരെ അത് ഏറ്റവും ലോവസ്റ്റ് ആണ്. ശരിക്കുള്ള ഭക്തന്മാർ, ശുദ്ധ ഭക്തന്മാരെ ഒരു തരത്തിലുള്ള ലിബറേഷൻ ആഗ്രഹിക്കുന്നില്ല. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലിബറേറ്റഡ് സ്റ്റേജിലാണ്. ബ്രഹ്മഭൂത പ്രസന്നാത്മ ന കാംക്ഷതി ന സോചതി. അപ്പൊ ഭക്തന്മാരെ ആൾറെഡി ലിബറേറ്റഡ് സ്റ്റേജിലാണ്. ഭക്തന്മാരുടെ വീടിന്റെ വാതിൽപ്പടിയിലെ ഭുക്തി, മുക്തി, സിദ്ധി ഇവരെല്ലാം കൈകൂപ്പി നിൽക്കുകയാണ്. ഞങ്ങള് വരട്ടെ, നിങ്ങളെ സേവ ചെയ്യട്ടെ, ഭക്തന്മാരോട് ചോദിക്കുകയാണ്. ആര്? ഭുക്തി, മുക്തി, സിദ്ധി. ഭുക്തി എന്ന് പറഞ്ഞാൽ സെൻസ് എൻജോയ്മെന്റ്, മുക്തി പറഞ്ഞാൽ ഈ ഇംപേഴ്സണൽ ലിബറേഷൻ, സിദ്ധി പറഞ്ഞാൽ യോഗസിദ്ധികൾ, അനിമ, ലഗിമ, മഹിമ, പ്രാപ്തി എന്നുള്ള യോഗസ്ഥിതികൾ. ഇതൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ചോളം ആവശ്യമില്ല. ചൈതന്യ മഹാപ്രഭു പറയുന്ന ന ധനം ന ജനം ന സുന്ദരിയും, അല്ലെ? അപ്പൊ ഇതൊന്നല്ല അവരുടെ ആവശ്യം.
അവർക്ക് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. തൻ്റെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിയല്ല അവിടെ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഭക്തന്മാരുടെ പൊസിഷൻ. അപ്പോൾ സാധാരണ ജ്ഞാനികൾ ആഗ്രഹിക്കുന്ന നിർവ്വാണമല്ല ഇവിടെ. നേരെ മറിച്ച് ഭഗവത് ധാമിൽ പോയിട്ട്, വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ഗോലകൂടന്താവനത്തിലോ പോയിട്ട് ഭഗവാനെ സേവനം ചെയ്ത് ആനന്ദത്തോടെ ജീവിക്കുന്ന, ആനന്ദത്തോടെ നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നിർവ്വാണം അല്ലെങ്കിൽ ഇവിടെ മുക്തി എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സ്പെസിഫിക്കലി ഈ ഇതിൽ പറയുന്നത് പ്രഭുപാദ. ഓക്കെ, ടു റീച്ച് ആൻഡ് റീച്ച് ദ ട്രാൻസിൽ അബോർഡ് ഓഫ് ദ ലോർഡ്, ടു അസോസിയേറ്റ് വിത്ത് ഹിം, eternally engaged in his blissful loving soul. അപ്പൊ അത് എവിടെ തന്നെയായാലും ശരി. അപ്പൊ അത് ഗോലോകത്തിലാവണം നിർബന്ധമില്ല, വൈകുണ്ഠത്തിലാവണം നിർബന്ധമില്ല. ഭഗവാൻ എവിടെയെല്ലാം ലീലകൾ കളിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആ ഭഗവാന്റെ എൻടോറേജിൽ പോയിട്ട് ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആര്? ഭക്തന്മാര്. സാധാരണ എല്ലാവരും അയ്യോ ഇവിടുന്ന് എങ്ങനെയും കരകയറണം ഈ ഭൗതിക ലോകത്ത്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ അത് ഫ്രസ്ട്രേഷൻ, ക്ലേശങ്ങൾ, ഇത് മാത്രമേ ഉള്ളൂ. ശരീരം തന്നെ ആർക്കും വേണ്ട. ജ്ഞാനികളുടെ ശരീരം എന്ന് പറഞ്ഞാൽ പേടിക്കുന്നു. ശരീരം ഉണ്ടെങ്കിലല്ലേ ക്ലേശമുണ്ട്. അതുകൊണ്ട് ശരീരം എങ്ങനെയും നശിപ്പിക്കുക. അതുകൊണ്ട് സാധാരണ ജ്ഞാനികളെ ഒരു ആക്ടിവിറ്റീസിൽ അവർ പങ്കെടുക്കാൻ, ഓരോ ആക്ടിവിറ്റീസും അന്ന് മാറും. കാരണം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ മാത്രമാണല്ലോ നമുക്ക് ഇവിടെ ബദ്ധരസ്ഥനാവുന്നത്. കർമ്മം ചെയ്യുമ്പോഴാണല്ലോ നമ്മളിവിടെ ബദ്ധരസ്ഥനാവുന്നത്. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അവര് കൂടുതൽ വേദങ്ങൾ പഠിക്കുന്നു, ഉപനിഷത്ത് പഠിക്കുന്നു, അതേപോലെ പുരാണങ്ങൾ പഠിക്കുന്നു. കൂടുതൽ കർമ്മത്തിൽ അവർ ഏർപ്പെടില്ല. എത്രത്തോളം കർമ്മത്തിൽ ഏർപ്പെടുന്നു അപ്പൊ അത്രത്തോളം അവരിവിടെ ബദ്ധനസ്ഥനാകുന്നു. അപ്പൊ അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ജ്ഞാനമാർഗം സ്വീകരിക്കുന്നത്. ടെക്സ്റ്റ് 24. ഇദം മമ ചാക്ഷ്വ തവാധിമൂലം വസുന്ധരേയേന വികാർഷിതാസി കാലേന വാതേ ബലിനം ബലീയസാ സുരാർച്ചിതം കിം ഹൃദമംബ സൗഭഗം. ഇദം മമ ചക്ഷ്വ തവാധിമൂലം വസുന്ധരേയേന വികർഷിതാസി കാലേന വാതേ ബലിനാം ബലീയസാ സുരാചിതം കിം ഹൃദമംബ സൗഭഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. ഇദം മമ ചശ്വതവാദിമൂലം വസുന്ധരേയേന വികർഷിതാസി കാലേന വാതേ ബലിനാം ബലീയസ സുരാർച്ചിതം കിം ഹൃദമംബ സൗഭഗം. വിവർത്തനം. ശ്രീലപ്രഭ കി ജയ്. ഭൂമാതാവേ, താങ്കൾ സർവ്വ ഐശ്വര്യങ്ങളുടെ നിറകുടമാണ്. അമ്മയുടെ പരിതാപകരമായ ഈ അവസ്ഥയ്ക്ക് കാരണമായ എല്ലാ ക്ലേശങ്ങളുടെയും മൂലകാരണമെന്തെന്ന് ദയവായി എന്നോട് പറഞ്ഞാലും. അതിശക്തരെ പോലും കീഴ്പ്പെടുത്തുന്ന അത്യന്തം ശക്തിമത്തായ കാലം ഭൂമിദേവിയുടെ സർവ്വ ഐശ്വര്യങ്ങളും ബലാത്കാരമായി അപഹരിച്ചു കൊണ്ടുപോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. Mother, you are the reservoir of all riches. Please inform me of the root cause of your tribulations, by which you have been reduced to such a weak state. I think that the powerful influence of time, which conquers the most powerful, might have forcibly taken away all your fortune, which was adorned even by the demigods. ചോദിക്കുകയാണ്, Mother, you are the reservoir of all riches. ഭൂമി ദേവി, പ്ലീസ് ഇൻഫോം മീ ഓഫ് ദ റൂട്ട് കോസ് ഓഫ് യുവർ ട്രിബുലേഷൻ. എന്താണ് അങ്ങയുടെ ക്ലേശങ്ങളുടെ കാരണം? റൂട്ട് കോസ്, മൂല കാരണം എന്താണ്? വളരെ വീക്കായിട്ട് തോന്നുന്നു, വളരെ ക്ഷീണിച്ച് കാണുന്നു. അതുകൊണ്ട് ഈ സമയത്തിന്റെ ഇൻഫ്ലുവൻസ് അങ്ങേ ബാധിച്ചുവോ? അപ്പോ ഈ സമയം എല്ലാവരെയും കോൺകർ ചെയ്യും. ടൈം ഈസ് ഡിസ്ട്രോയിങ് എവറിത്തിങ്, അല്ലെ? സമയം എല്ലാവരെയും നശിപ്പിക്കും. which conquers the most powerful, might have forcibly taken away all your, എല്ലാ ഭാഗ്യത്തിനെയും അത് കൊണ്ടുപോയി. which was adorned even by demigods. demigods ദേവി ദേവതന്മാർക്ക് കൂടിയിട്ട് അവരുടെ ആ ഭാഗ്യം പോയി കഴിഞ്ഞാൽ അവരും ഇതേപോലെ ക്ലേശങ്ങൾ അനുഭവിക്കും. അതാണോ കാരണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർ പറയും,
How you are killing the time? We cannot kill the time. Time is killing us. അല്ലെ? സമയം നമ്മളെയാണ് നശിപ്പിക്കുന്നത്. നമുക്ക് സമയത്തിന് നശിപ്പിക്കാൻ പറ്റില്ല. ഭഗവാന്റെ വേറെ രൂപമാണ് കാലം. അല്ലെ? ടൈം ഭഗവാനാണ്. കാലോസ്മ്യഹം എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്തിനെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? സമയം നമ്മളെ നശിപ്പിക്കുന്നു. ആയുർ ഹരതി വൈപുംസാം, അല്ലെ? ബുദ്ധൻ അസ്തം എന്നുള്ള ഒരു ശ്ലോകത്തില് എന്താണ് പറയുന്നത്? ഒരു ദിവസത്തില് സൂര്യ ഉദയം മുതൽക്ക് സൂര്യ അസ്തമനം വരെ നമ്മൾ സമയം പാഴാക്കുകയാണെങ്കിൽ, ഭഗവത് സേവനത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത്രയും സമയം ആ ദിവസം നമ്മുടെ പാഴായി. നേരെ മറിച്ച് അതേസമയം ഭഗവത് സേവനത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ആ ദിവസം നമുക്ക് പാഴാവുന്നില്ല. നമ്മൾ അത്രത്തോളം ഭഗവാനോട് അടുക്കുന്നു. So by the grace of the Lord, each and every planet is created fully equipped. So not only is this earth fully equipped with all the riches for the maintenance of its inhabitants. Om Purnamada Purnamidam Purnat Purnamudachyade Purnasya Purnamadaya Purnam Eva Avasishyade. അതായത് ഭഗവാൻ പൂർണ്ണമാണ്. ഭഗവാനിന് എന്താണ് വരുന്നത് അതും പൂർണ്ണമാണ്, അത് കംപ്ലീറ്റ് ആണ്. ഭഗവാന്റെ ഒരു പാർട്ടാണെങ്കിലും കൂടിയിട്ട് അതും പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്, ബൈ ദ ഗ്രേസ് ഓഫ് ലോർഡ് ഈച്ച് ആൻഡ് എവറി പ്ലാനറ്റ് ഈസ് ക്രിയേറ്റഡ് ഫുള്ളി എക്യുപ്ഡ്. പൂർണ്ണമാണ്. ഭഗവാൻ എന്ന് വരുന്ന എല്ലാം കംപ്ലീറ്റും ആണ്, പൂർണ്ണമാണ്, അത് പെർഫെക്റ്റും ആണ്. സോ നോട്ട് ഓൺലി ഈസ് ദിസ് എർത്ത് ഫുള്ളി എക്യുപ്ഡ് വിത്ത് ഓൾ ദ റിച്ചസ് ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് ഇറ്റ്സ് ഇൻഹബിറ്റൻസ്. അപ്പൊ നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും 84 lakh സ്പീഷീസ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും, എല്ലാ ഇൻഗ്രീഡിയൻസും, എല്ലാ ധാന്യങ്ങളും, എല്ലാ ഫ്രൂട്ട്സും, എല്ലാ വെജിറ്റബിൾസും എല്ലാം നമുക്ക് മനുഷ്യർക്ക് വേണ്ടുന്നെല്ലാം, അതേപോലെ മറ്റ് ജീവജാലങ്ങൾക്കും എന്തെല്ലാം വേണം അതെല്ലാം ഭഗവാൻ ഇവിടെ ഇൻ അബൻഡൻസ് ഇഷ്ടം പോലെ ധാരാളം തന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എവിടെയാണ്? എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇങ്ങനെ ശരിക്ക് മാൽന്യൂട്രീഷൻ, ഭക്ഷണമില്ലാണ്ട് അവരെല്ലാം ക്ഷീണിച്ചു വരുന്ന, അവരെല്ലാം മരിക്കുന്ന എന്താണ്? ഭക്ഷണമില്ലാണ്ട് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. കാരണം പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. മനുഷ്യരുടെ അത്യാഗ്രഹം കാരണം. നമ്മള് ഉള്ളവര് അത് കൂടുതൽ കൂടുതൽ അമാസ് ചെയ്യുന്നു, എക്വയർ ചെയ്യുന്നു, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. നല്ല രാജാക്കന്മാരില്ല, അതിന്റെ പ്രശ്നമാണ്. ഇന്നത്തെ രാജാക്കന്മാർ, ഇന്ന് ഭരിക്കുന്ന ആൾക്കാരെന്താണ്? എല്ലാവരെയും വേണ്ട പോലെ ആ പരിപാലനം, പ്രജകളെ ശരിക്കും പരിപാലിക്കുന്നില്ല. പ്രജകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല, ഈവൻ അനിമൽസും രാജാവിന്റെ പ്രജകളാണ്. അപ്പൊ അവരെ നമ്മള് അവഗണിക്കുന്നു. മനുഷ്യരിലും ഒരുപാട് ഡിസ്പാരിറ്റീസ് കാണിക്കുന്നു. ചില ഉള്ള ആൾക്കാർക്ക് ഒരുപാടുണ്ട്, ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്നുമില്ല. പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നില്ല. അപ്പോ ഭഗവാൻ ശരിക്ക് എല്ലാ വേണ്ടുന്ന, നമ്മളുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ റിച്ചസും മെയിൻ്റനൻസ് വേണ്ടുന്ന എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇൻ അബണ്ടൻസ്. Earth fully equipped with all the riches for the maintenance of its inhabitants. But also, when the Lord descends to the earth, the whole earth becomes so enriched with all kinds of opulences that even the denizens of heaven worship it with all affection. ഭഗവാൻ ഇവിടെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ടും എല്ലാ ഐശ്വര്യങ്ങളും ഈ ഭൂമിയിൽ ഒരു ഒരു എന്താ പറയാ, ഒരു സ്കൈസിറ്റിയും ഉണ്ടാവില്ല. Even the denizens of heaven worship it with all affection. അപ്പൊ ഈവൻ ഉപരിലോകത്തിലുള്ള ഡെമിഗോഡ്സ്, ഡെനിസൻസ്, അവരും കൂടിയും നമ്മളുടെ ഈ ഭൂമിയിലെ ആ എൻറിച്ച്മെന്റ് കണ്ടിട്ട്, റിച്ചസ് കണ്ടിട്ട് അവരും കൂടിയും അതിനെ ആരാധിക്കുന്നു വിത്ത് ഓൾ അഫെക്ഷൻ. ബട്ട് ബൈ ദ വിൽ ഓഫ് ദ ലോർഡ് ദ ഹോൾ എർത്ത് ക്യാൻ അഡ്വാൻസ് ബി ചേഞ്ച്ഡ്. ഹി ക്യാൻ ഡു ആൻഡ് അൺഡു എ തിങ് ബൈ സ്വീറ്റ് വിൽ. അപ്പോൾ ഭഗവാന്റെ ഇച്ഛാനുസരണം എങ്ങനെ വേണമെങ്കിൽ അതിനെ മാറ്റിമറിക്കാം. അതിനെ നല്ലതാക്കാം, അതിന്റെ വിപരീതമാക്കാം. അത് അദ്ദേഹത്തിന്റെ സ്വീറ്റ് വില്ലാണ്. ഭഗവാൻ ഇവിടുന്ന് പോയി, സ്വധാമത്തിലേക്ക് പോയി. അപ്പോ ഇവിടെ എർത്ത്, ഭൂമി ദേവി, പൃഥ്വി ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ആ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. Therefore, no one should consider himself to be self-sufficient or independent. ഒരിക്കലും നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, നമ്മൾ ടോട്ടലി ഫ്രീ ആണ്, സ്വതന്ത്രനാണെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും, അത് മനുഷ്യരായിക്കോട്ടെ,
മൃഗങ്ങളായിക്കോട്ടെ, കൃമികീടങ്ങളായിക്കോട്ടെ, പക്ഷികളായിട്ട് ആരായിക്കോട്ടെ, എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. എനിക്കെല്ലാം ഉണ്ട്, ഞാൻ ധനികനാണ്, എനിക്ക് നല്ല ശക്തിയുണ്ട്, നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, സൗന്ദര്യമുണ്ട്, എനിക്ക് നല്ല അറിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരാളെയും മാനിക്കില്ല, ഞാനാണ് എല്ലാം, ഐ ആം ദ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ആ ഒരു അഹങ്കാരം തലയിൽ കയറാൻ പാടില്ല. കാരണം അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ നമ്മളെ ഇരുന്ന് സ്നേഹം ചെയ്യാൻ പറ്റും. ഭഗവാൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ. ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകം തന്നെ, ആദ്യത്തെ സ്കന്ധത്തിൽ ആദ്യ ശ്ലോകത്തിന് പറയുന്നത് ഭഗവാൻ എന്താണ് അവിടെ ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? സ്വരാട്ട്, അല്ലെ? ഇൻഡിപെൻഡന്റ്. ഭഗവാൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഡിപ്പെൻഡന്റ് ഓൺ ദ മേഴ്സി ഓഫ് ദ സുപ്രീം ലോർഡ്. നമ്മള് പരസ്പരം മനുഷ്യരെ ഇന്റർഡിപെൻഡന്റ് ആണ്. ഒരാളും ഇൻഡിപെൻഡന്റ്, എല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. ഭഗവാൻ അങ്ങനെയാണ് ഈ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. കൃഷ്ണ 25. ധരണിവാച ഭവാൻ ഹി വേദ തത് സർവം യന്മാം ധർമാനുപൃച്ഛസി ചതുർഭിർവർത്തസേ യേന പാദേ ലോകാ സുഖാവഹൈ. ധരണിവാച ഭവാൻ ഹി വേദ തത് സർവം യന്മാം ധർമാനുപൃച്ഛസി ചതുർഭിർവർത്തസേ യേന പാദേ ലോകാ സുഖാൻ വഹൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധരണ്യുവാച ഭവാൻ ഹി വേദ തത്സർവം യന്മാൻ ധർമാനു പൃച്ഛസി ചതുർഭിർവർത്തസേ യേന പാദൈർലോക സുഖാവഹൈ. ശ്രീലപ്രഭാത് കി ജയ്. പശുവിന്റെ രൂപത്തിലുള്ള ഭൂമിദേവി കാളയുടെ രൂപത്തിലുള്ള യമരാജാവിനോട് ഇപ്രകാരം പ്രതിവചിച്ചു: അല്ലയോ ധർമ്മരാജാവേ, അങ്ങ് എന്നോട് ആരാഞ്ഞതെല്ലാം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. എങ്കിലും ഞാൻ അവയ്ക്കൊക്കെ ഉത്തരമേകാൻ ശ്രമിക്കാം. ഒരിക്കൽ അങ്ങും 4 കാലിൽ നിൽക്കും. ഭഗവത് കൃപയാൽ ലോകം മുഴുവൻ ആനന്ദം വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. The earthly deity in the form of a cow thus replied to the personality of religious principles in the form of a bull: O Dharma, whatever you have inquired from me shall be known to you. I shall try to reply to all those questions once you too were maintained by your 4 legs, and you increase happiness all over the universe by the mercy of the Lord. അപ്പോ ഇവിടെ ഇനി പശു റിപ്ലൈ ചെയ്യാണ്. പശു അതിന്റെ എല്ലാം ഉത്തരം കൊടുക്കുകയാണ്. ആർക്ക്? ബുള്ളിന്. ഓക്കെ, അത് എർത്ത് റിലീജിയസ് പ്രിൻസിപ്പിൾസിന്, ധർമ്മത്തിന് മറുപടി കൊടുക്കുകയാണ്. ഓ ധർമ്മ, വാട്ട് എവർ യു ഹാവ് എൻക്വയർഡ് ഫ്രം മീ ഷാൽ ബി നോൺ ടു യു. എന്തെല്ലാം ചോദ്യങ്ങൾ അതിനെല്ലാം ഉത്തരം പറയാൻ ശ്രമിക്കാം. ഒരു സമയത്ത് അങ്ങയ്ക്കും 4 കാലുണ്ടായിരുന്നു, ഇപ്പോ അങ്ങ് ഒരു കാലിൽ നിൽക്കുന്നത്, അതും ഇളകിക്കൊണ്ടിരിക്കുന്നു, ആടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് യു ഇൻക്രീസ് ഹാപ്പിനെസ് ഓൾ ഓവർ ദിസ് യൂണിവേഴ്സ് ബൈ ദ മേഴ്സി ഓഫ് ദ ലോർഡ്. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് അങ്ങയും ഈ ധരാത്തലില് എല്ലാവർക്കും സന്തോഷം പകർന്നു. എന്തുകൊണ്ടാണ് ഇന്ന് അങ്ങയുടെ സ്ഥിതിയും ഇതേപോലെ? ആ 4 കാലിൽ ഇപ്പൊ ഒരു കാല് മാത്രമേ ഉള്ളൂ, ബാക്കി 3 കാല് ഇവിടെ പോയി. നമുക്കറിയാം, ധർമ്മം ഈ 4 കാലിലാണ്. 4 പ്രിൻസിപ്പിൾസ് ആണ് ധർമ്മം. അതാണ് 4 കാല് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ 3 കാലും പോയിരിക്കുന്നു. അപ്പൊ എന്താണ്? തപസ്, ദയ, ശൗചം, സത്യം. ഇതാണ് 4 പ്രിൻസിപ്പിൾസ്, 4 ധാർമ്മിക് പ്രിൻസിപ്പിൾസ്. ഇതിന് 3 പോയി. ഏതെല്ലാം പോയിരിക്കുന്നത്? എന്തൊക്കെയാണ് പോയിരിക്കുന്നത്? തപസ് പോയിരിക്കുന്നു, അല്ലെ? ശൗചം പോയിരിക്കുന്നു, ദയ പോയിരിക്കുന്നു. സത്യം മാത്രമേ ഉള്ളൂ. അതും ഷേക്കിയാണ്, അതും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ യുഗം കഴിയും തോറും ഓരോ ക്വാളിറ്റീസ് കുറഞ്ഞു വന്നു. സത്യയുഗത്തില് ഈ 4 കാലം ഇൻടാക്റ്റ് ആയിരുന്നു. അതായത് ബുൾ 4 കാലത്തിനും 4 കാലിലും നിൽക്കായിരുന്നു. അപ്പോ ത്രേതായുഗത്തിന്റെ ആദ്യത്തില് ഒരു കാല് പോയി. എന്താണ് പോയത്? ത്രേതായുഗത്തില് ഏത് ക്വാളിറ്റിയാണ് കുറവായത്? തപസ്. യെസ്, തപസ്. ഇത് 4 പ്രോസസ്സിനോട് കറസ്പോണ്ടിങ് ആണ്. എന്താണ് 4 യുഗത്തിലെ 4 ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള പ്രോസസ്സാണ്. എന്താണ് പ്രോസസ്സ്? ധ്യാനം,
ഹോമയജ്ഞങ്ങള്, അതേപോലെ എലോബറേറ്റ് ടെമ്പിൾ വേർഷിപ്പ്, പിന്നെ നാമസങ്കീർത്തനം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ യുഗത്തില് നാല് കാലായിരുന്നു ഈ ബുൾ നിന്നിരുന്നത്. ത്രേതായുഗത്തിന്റെ തുടക്കത്തില് ഒരു ക്വാളിറ്റി കുറഞ്ഞു. അതെന്താണ്? എന്ത് ക്വാളിറ്റിയാണ് കുറഞ്ഞത്? പറഞ്ഞത് തപസ് കുറഞ്ഞു അല്ലേ? ശൗചം, അല്ലല്ല, തപസ് തപസ്. തപസ് കുറഞ്ഞു. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് തപസ് കുറയാൻ കാരണം? ആയുസ് കുറഞ്ഞൂലോ. അല്ല, ആയുസ് കുറയും. എല്ലാ യുഗത്തിലും ആയുസ് 100,000, 10,000, 1,000, 100 അത് കുറഞ്ഞു. പക്ഷേ തപസ്സിന്റെ ആ ഒരു ക്വാളിറ്റി അവിടെ ഉണ്ട്. തപസ് അടുത്ത യുഗത്തില്, ത്രേതായുഗത്തില് എന്താണ്, ഹോമയജ്ഞാദികളായിരുന്നു പിന്നത്തെ പ്രോസസ്സ്. അപ്പൊ എന്തുകൊണ്ട് തപസ് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല? എന്താണ് അതിലൊരു നെഗറ്റീവ് ക്വാളിറ്റി കയറിക്കൂടി. അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, തപസ്സിന്റെ മെഡിറ്റേഷൻ നശിപ്പിക്കാൻ വേണ്ടി. മെഡിറ്റേഷൻ പറഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യണം അല്ലെ, നമുക്ക് കോൺസെൻട്രേഷൻ വേണം. അപ്പൊ കോൺസെൻട്രേഷൻ സത്യയുഗത്തിലുണ്ടായിരുന്നു, ത്രേതായുഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വയസ്സ് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ക്വാളിറ്റി അത് ഇവിടെ കയറിക്കൂടി. എന്തായിരുന്നു അത്? തപസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്വാളിറ്റി, ഇൻടോക്സിക്കേഷൻ. അപ്പോ ത്രേതായുഗത്തിലെ തുടക്കത്തില് ഇൻടോക്സിക്കേഷൻ വന്ന കാരണം ധ്യാനിക്കാനുള്ള കഴിവ്, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബാഡ് ക്വാളിറ്റി അത് സൊസൈറ്റിയിൽ കടന്നുകൂടി. അപ്പൊ തപസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പിന്നെന്തായി? ഹോമയജ്ഞാദികൾ. അതായിരുന്നു രണ്ടാമത്തെ യുഗത്തിൽ, അതായത് ത്രേതായുഗത്തിലെ പ്രോസസ്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. മൂന്നാമത്തെ യുഗത്തില് ഒരു ക്വാളിറ്റിയും കൂടി കുറഞ്ഞു. മൂന്നാമത്തെ യുഗത്തിൽ എന്തായിരുന്നു? ശൗചമാണോ? യെസ്, അല്ല, ശൗചമല്ല, ദയയല്ല, ദയ. കാണിച്ചാൽ ഹോമയജ്ഞാദികള് അവര് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വെറും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഹോമം യജ്ഞം ചെയ്യുന്നത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി. ഭഗവാനാണ് യജ്ഞപുരുഷൻ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. പക്ഷെ അത് പിന്നീട് എന്തായി? വെറുതെ മൃഗങ്ങളെ തൻ്റെ രുചിക്ക്, അതായത് തൻ്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവരെ കൊന്ന് തിന്നാൻ തുടങ്ങി. അതായത് സാക്രിഫൈസിന്റെ പേരിൽ മൃഗഹത്യ, ഓക്കെ, ഗോഹത്യ അത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ ദയ പോയി, രണ്ടാമത്തെ. മൂന്നാമത്തേല് എന്തായി? ശൗചം, എല്ലാവരെയും ടെമ്പിൾ വേർഷിപ്പ് ആയിരുന്നു. ശൗചം പോയതോടെ, ശൗചം പറഞ്ഞ പ്യൂരിറ്റി ഇല്ലാണ്ട് നമുക്ക് ടെമ്പിൾ വേർഷിപ്പ് ചെയ്യാൻ പറ്റില്ല, ആരാധന ചെയ്യാൻ പറ്റില്ല. അപ്പോ ടെമ്പിൾ വേർഷിപ്പ് ശരിക്കും നടക്കണമെങ്കിൽ നല്ല ശുദ്ധി വേണം. അപ്പൊ അതും പോയി. അപ്പൊ ഓരോ യുഗത്തിലും പോകുന്നു. ഇപ്പൊ കലിയുഗത്തില് ഒന്ന് ബാക്കി, അതും ശരിക്കും 100% ഇല്ല. അതും ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ടിരിക്കുന്നു. ട്രൂത്ത്, സത്യം അല്ലേ? അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ യജ്ഞങ്ങളുടെ പേരിലും ഹോമങ്ങളുടെ പേരിലും പശുബലി, മൃഗബലിയൊക്കെ കഴിച്ച് നമ്മുടെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ബുദ്ധൻ അവിടെ അവതരിച്ചിട്ട് അതെല്ലാം റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. വേദങ്ങൾ റിജക്റ്റ് ചെയ്യണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല. വേദങ്ങളുടെ ആ ഒരു പ്രൊവിഷൻ, ആ വേദങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബലി അർപ്പിക്കുന്ന മൃഗങ്ങൾക്ക് ഒരു ഉയർന്ന ഒരു ശരീരം, അതായത് മനുഷ്യരുടെ ശരീരം കൊടുക്കണം. മന്ത്രോച്ചാരണം കൊണ്ട് അവർക്ക് മൃഗത്തിന്ന് മനുഷ്യരുടെ ശരീരം കൊടുക്കുക, അവരെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവര് ആയുധമെടുത്തിട്ടുള്ള ബലി, അവര് മന്ത്രോച്ചാരണം കൊണ്ടാണ് അവരുടെ ജീവൻ എടുത്തിട്ട് അവർക്ക് നല്ലൊരു ജീവിതം, അവർക്ക് പ്രൊമോഷനാണ് കിട്ടുന്നത്. അതാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ നേരെ മറിച്ച് ആ പ്രൊവിഷൻ ദുരുപയോഗം ചെയ്തിട്ട് മനുഷ്യരെ, മൃഗങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ബുദ്ധാവതാരം എടുത്ത് അത് നിർത്തിച്ചത്. അപ്പൊ അങ്ങനെ നിർത്തിക്കാൻ പറ്റില്ല, വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് വേദത്തിന്റെ ആ ഒരു ബേസ് ചെയ്തിട്ടാണ് ഇവരൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വേദത്തിനെ റിജക്ട് ചെയ്താലാണ് ബുദ്ധന് ആ അഹിംസ അവിടെ പ്രചരിപ്പിക്കാൻ പറ്റും അല്ലെ? അഹിംസ, അതാണ് നമ്മളെല്ലാവരും ഉയർത്തി കാണിക്കുന്നത് സനാതന ധർമ്മം. അഹിംസ പരമോ ധർമ്മം, അതാണ്
പരമമായിട്ട് ധർമ്മം. പക്ഷേ ഭഗവത്ഗീതയില് ഭഗവാൻ എന്താ പറയുന്നത്? അർജുനോട് അഹിംസയാണോ പറയുന്നത്? എന്നാണ് ഭഗവാൻ പറയുന്നത്? ഭക്തിയാണ്. ഇല്ല. യുദ്ധത്തില് ഭഗവാൻ അർജുനോട് ആയുധം എടുക്കാനാ പറയുന്നത്, അല്ലേ? അതെ അതെ. അതെ. കോൺടെക്സ്റ്റ് വാറാണെങ്കിലും അതായത് ഭഗവത്ഗീതയുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? മഹാഭാരതം, അല്ലെ? അത് വാറാണ്. പക്ഷെ വാറിനെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പൊ ഹിംസ വേണ്ടുന്ന സ്ഥലത്ത് ഹിംസ ചെയ്യണം, നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അങ്ങനെ അഹിംസ മാത്രം പറഞ്ഞു തന്നാൽ നമുക്ക് പോലീസ് ഫോഴ്സ് വേണ്ട, എയർഫോഴ്സ് വേണ്ട, നേവി വേണ്ട, ഒന്നും വേണ്ട. അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അപ്പോ മഹാഭാരതത്തിൽ പറയുന്നു അഹിംസ പരമോ ധർമ്മോ ധർമ്മഹിംസ തഥൈവച. എങ്ങനെ അഹിംസ പരമോ ധർമ്മമാണ്, അതേപോലെ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഹിംസ അതേപോലെ പരമോ ധർമ്മമാണെന്ന് പറയുന്നു. അപ്പോ അഹിംസ മാത്രമല്ല, ഹിംസയും കൂടിയും പരമധർമ്മമാണ്, പരമധർമ്മമാണ്. കാരണം ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഹിംസയാണ്. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യണം. അപ്പൊ നമ്മുടെ അമ്മ പെങ്ങന്മാരെ ആരെങ്കിലും വന്ന് ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? കണ്ടുകൊണ്ട് നിൽക്കണോ? അത് നമ്മൾ ഡിഫെൻഡ് ചെയ്യണോ? എന്ത് ചെയ്യും? അവിടെ അഹിംസ പറഞ്ഞു തന്നാൽ നടക്കുമോ കാര്യം? ഇല്ല. അപ്പൊ ഗാന്ധിയൻ പ്രിൻസിപ്പിള് സ്വന്തം അത് ചെയ്യാൻ പറ്റും. പക്ഷേ പൊതുവെ ജനറലായിട്ട് ഈ പ്രിൻസിപ്പിള് ഇന്നത്തെ കാലത്ത് കളികാലത്ത് നടക്കില്ല. എനിക്ക് വേണമെങ്കിൽ അഹിംസ പ്രാക്ടീസ് ചെയ്യാം, കുഴപ്പമില്ല. എന്നെ ഒരാള് ശല്യപ്പെടുത്താൻ പറയുമ്പോൾ ഞാൻ അത് സഹിക്കാം. പക്ഷേ ഒരു പബ്ലിക്കിനെ, ജനറലി സ്പീക്കിംഗ്, ഒരു സമൂഹത്തിനെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ അഹിംസ പറഞ്ഞിരിക്കാൻ പറ്റില്ല, അല്ലെ? അതാണ് ഭഗവാൻ പറയുന്നത്, ഹിംസ അത്യാവശ്യമാണ് ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട്, ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തീർച്ചയായിട്ടും വേണം. അപ്പോൾ രണ്ടും പരമധർമ്മമാണ്. അഹിംസയും പരമോധർമ്മമാണ്, ഹിംസയും പരമോധർമ്മമാണെന്ന് മഹാഭാരതത്തിൽ പറയുന്നു. നമ്മുടെ സനാതന ധർമ്മം പ്രൊമോട്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും അഹിംസയാണെങ്കിലും കൂടിയിട്ട് ഹിംസയും ആവശ്യമുള്ള സമയത്ത് ഒരു പോലീസ് ഒരു കള്ളനെ ശിക്ഷിച്ചില്ലെങ്കിൽ എങ്ങനെ അവൻ റിഫോം ആവുക? നമ്മുടെ കുറ്റവാളിയെ ജയിലിൽ കൊണ്ട് അടയ്ക്കുന്നു, അവിടെ ശിക്ഷിക്കുന്നു, എന്നാണ് അവര് റിഫോർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഹിംസ ചെയ്യേണ്ടി വരും. വയലൻസ് ഈസ് മസ്റ്റ്. വയലൻസ് ഇല്ലാണ്ട് അവരെ റിഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, ഐ ഷാൽ ട്രൈ ടു റിപ്ലൈ ടു ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് വൺസ് യു ടു were maintained by a 4 legs and you increase happiness all over the universe by the mercy of. 4 യുഗങ്ങളിലും 4 ധാർമ്മിക് പ്രിൻസിപ്പിൾസിന്റെ അതെല്ലാം ഒന്നൊന്നായി കുറഞ്ഞു വന്നു. ഇന്ന് ഈ കലിയുഗത്തില് ട്രൂത്ത്, സത്യം മാത്രമേ ഉള്ളൂ, അതും ക്ഷയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ക്ലേശങ്ങളും ഈ സൊസൈറ്റിയില്, സമൂഹത്തില് എല്ലാ വിധത്തിലുള്ള അന്യായങ്ങളും സംഭവിക്കുന്ന ഈ 4 ഗുണങ്ങളും ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ആരും ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ പ്രഭുപാദരെ മേഴ്സി കൊണ്ട് നമ്മുടെ ഡിവോട്ടീസ്, ഭക്തന്മാര് സത്യയുഗത്തിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു. കാരണം എന്താണ്? പ്രഭുപാദരെ മേഴ്സിയാണത്. എന്തുകൊണ്ടാണ്? പ്രഭുപാദ ഈ കലിയുഗത്തിനെയും സത്യയുഗമായിട്ട് മാറ്റി. കാരണം എന്താണ്? ഭക്തി കൊണ്ടുവന്നിട്ടാണോ ഹരേ കൃഷ്ണ മഹാമന്ത്രം? ഭക്തി. ഓക്കെ, ഹരേ കൃഷ്ണ മന്ത്രം അത് നമ്മുടെ കലിയുഗത്തിലെ ഒരു പ്രോസസ്സാണ് ഈശ്വര സാക്ഷാത്കാരത്തിന്. അതല്ലാതെ എന്താണ് പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്? നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇലിസിറ്റ് സെക്സ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ, അല്ലെ? ഇതെല്ലാം സത്യയുഗത്തിലേ നടന്നിട്ടുള്ളൂ. സത്യയുഗത്തിലെ 4 ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ 4 ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സത്യയുഗത്തിൽ ജീവിക്കുന്ന പോലെ സത്യം, തപസ്, ശൗചം ആൻഡ് ദയ, ഇത് 4 നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. എങ്ങനെ? ബൈ ഫോളോയിങ് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ. 4 നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ ഇത് 4 ഫോളോ ചെയ്യുന്നു, അല്ലെ? നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇലിസിറ്റ് സെക്സ്, നോ ഗാംബ്ലിംഗ് ആൻഡ് നോ ഇൻടോക്സിക്കേഷൻ. ഇതാണ് പ്രഭുപാദരെ മേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തർ ഇതെല്ലാം ഫോളോ ചെയ്യുമ്പോൾ, പിന്നെ എസ്പെഷ്യലി മാതാജി പറഞ്ഞ പോലെ കലികാലത്തിലെ നാമസങ്കീർത്തനം, അതും നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ എന്താണ്?
ജീവദയ, പിന്നെ നാമരുചി, വൈഷ്ണവ സേവ. അല്ലേ? ഇത് മൂന്നും നമ്മളോട് പ്രഭുപാദ അക്ഷരാർത്ഥത്തിൽ ഫോളോ ചെയ്യാൻ പറയുന്നു. അല്ലേ? അപ്പൊ നമ്മുടെ കലിയുഗത്തിലല്ല ഇപ്പൊ ജീവിക്കുന്നത്, ഇപ്പൊ നമ്മൾ സത്യയുഗത്തിലായിരിക്കും ജീവിക്കുക. ഇത് നമ്മൾ ഫോളോ ചെയ്യുക. വൈഷ്ണവ സേവ, നാമരുചി, ജീവദയ. പിന്നെ ഫോളോയിങ് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, ചാൻഡിങ് മിനിമം 16 റൗണ്ട്സ്, നാമസങ്കീർത്തനം, ഹരിനാമ സങ്കീർത്തനം, സതതം കീർത്തയന്തോ മാം, എല്ലാ സമയത്തും സതതം. അതായത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരിക്കലല്ല, 24 മണിക്കൂറും ഭഗവാന്റെ കീർത്തനം നമ്മൾ ചൊല്ലണം. ഇവൺ അത് നമ്മുടെ മനസ്സിൽ ചെയ്താലും മതി. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനെ സ്മരിക്കുക. ഭഗവാനെ മധ്യ വെച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കലികാലത്തിലത്തെ ഒരു കാര്യങ്ങളും നമ്മളെ ബാധിക്കില്ല, ഒരു ക്ലേശങ്ങളും നമ്മളെ ബാധിക്കില്ല. അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരും. So the principles of religion are laid down by the Lord himself, and the executor of such laws is Dharmaraja or Yamaraja. അപ്പോൾ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾസ്? ധർമ്മത്തിന്റെ ധർമാംതു സാക്ഷാത് ഭഗവത് പ്രണീത. അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? ധർമ്മരാജ അല്ലെങ്കിൽ യമരാജ. സച്ച് പ്രിൻസിപ്പിൾസ് വർക്ക് ഫുള്ളി ഇൻ ദ ഏജ് ഓഫ് സത്യയുഗ. ഇൻ ദ ത്രേതായുഗ ദ റെഡ്യൂസ്ഡ് ബൈ എ ഫ്രാക്ഷൻ ഓഫ് 1/4. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യയുഗത്തിൽ കംപ്ലീറ്റ് ഇൻടാക്റ്റ് ആയിരുന്നു. ത്രേതായുഗത്തിൽ 1/4 പറഞ്ഞു. ഓക്കെ, ബൈ ഫ്രാക്ഷൻ ഓഫ് 1/4 അത് റെഡ്യൂസ് ആയി. അതായത് തപസ് പോയി, തപസ് ഇൻടോക്സിക്കേഷൻ കടന്നുകൂടി സൊസൈറ്റിയിൽ, തപസ് പോയി. ഇൻ ദ ദ്വാപരയുഗ ദേ ആർ റെഡ്യൂസ് ടു 1/2, പകുതിയായി. ആൻഡ് ഇൻ കലിയുഗ ദേ ആർ റെഡ്യൂസ് ടു 1/4 ആയി. എന്നാണ് ബുൾ ധർമ്മ ഒരു കാലിലാണ് നിൽക്കുന്നത്. ഗ്രാജുവലി ഡിമിനിഷിങ് ടു ദ 0 point ആൻഡ് ദെൻ ഡിവാസ്റ്റേഷൻ ടേക്സ് പ്ലേസ്. കലിയുഗത്തിന്റെ അവസാനത്തെ ആകുമ്പോഴേക്കും 4 കാലം പോയി, 0 point, ഒന്നും ഉണ്ടാവില്ല. സത്യമില്ല, തപസ്സുമില്ല, ദയയില്ല, ശൗചമില്ല. കലിയുഗത്തിന്റെ അവസാനത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെന്താണ്? ദെൻ ഡിവാസ്റ്റേഷൻ ടേക്ക് പ്ലേസ്. എന്താ ഡിവാസ്റ്റേഷൻ? പ്രളയം. ചതുർയുഗം കഴിഞ്ഞു, വീണ്ടും സത്യയുഗം തുടങ്ങാൻ പോകും. ഒരു ടെമ്പററി പ്രളയം സംഭവിക്കും, പുതിയ യുഗത്തിന്റെ ഒരു തുടക്കം. അപ്പോൾ ഇതൊരു സൈക്ലിക് ആണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, വീണ്ടും സത്യയുഗം, വീണ്ടും അങ്ങനെ സൈക്ലിക്കലായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ 1000 സൈക്കിൾ ആവുമ്പോൾ ഒരു കൽപ്പ, ബ്രഹ്മാവിന്റെ ഒരു കൽപ്പ, അതായത് 12 മണിക്കൂർ, അത്രയും രാത്രി. അങ്ങനെ മാസം, വർഷം, അങ്ങനെ 12 വർഷമാകുമ്പോൾ ഒരു കൊല്ലാവും. ആരുടെ? ബ്രഹ്മാവിന്റെ. 1000 such cycle is 1 day. I mean, sorry, multiply by 100. ബ്രഹ്മാവിന്റെ ഒരു ആയുസ്. പിന്നെ കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, 1000 cycle of yuga is 1 day of Brahma, multiply by 2 is 24 hours. പിന്നെ അങ്ങനെ 100 വർഷം ജീവിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞു. ഈ പ്രപഞ്ചം കംപ്ലീറ്റ്, ഈ യൂണിവേഴ്സ് കംപ്ലീറ്റ് മഹാവിഷ്ണുവിലേക്ക് പോകും. വീണ്ടും ഭഗവാൻ വിഷ്ണു ശ്വാസം വിടുമ്പോൾ വീണ്ടും ആ യൂണിവേഴ്സസ് പുറത്തു വരുന്നു. അപ്പോൾ വീണ്ടും നമ്മളെല്ലാവരും, അതായത് നമ്മുടെ ഭഗവത് സാക്ഷാത്കാരം കിട്ടിയിട്ടില്ലെങ്കിൽ, ലിബറേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഭൗതിക ലോകത്ത് നിന്ന് നമ്മൾ വീണ്ടും ഈ പ്രപഞ്ചത്തിലേക്ക് വരും. നമ്മളുടെ ആഗ്രഹത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ വീണ്ടും നമുക്ക് ശരീരം കിട്ടും. സോ ഹാപ്പിനെസ് ഇൻ ദ വേൾഡ് ഡിപ്പെൻഡ്സ് proportionately on the maintenance of the religious principle, individually or collectively. അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ സന്തോഷം, സമാധാനം എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾ റിലീജിയസ് പ്രിൻസിപ്പിൾ, ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിരിക്കും. അത് ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി, നമ്മൾ സ്വയം, അതേപോലെ നമ്മൾ സമൂഹത്തിൽ എല്ലാവരും കൂടി ചെയ്യുന്ന, അതായത് മാസ് കർമ്മ, ഇൻഡിവിജ്വൽ കർമ്മ നമ്മളെ ബാധിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മ നമുക്ക് മാത്രം, അല്ലെ?
മാസ് കർമ്മ ഒരു സൊസൈറ്റിയിലെ എല്ലാവരും അതിന്റെ ഭാഗഭാക്കാണ്. ഫോർ എക്സാമ്പിൾ മീറ്റ് ഈറ്റിങ്ങിൽ സ്വന്തം ഒരുപാട് ആൾക്കാരെ ഇൻവോൾവ് ഉണ്ട്. ഓക്കെ, അതിനെ സ്ലോട്ടർ ചെയ്യുന്ന ആൾക്കാരെ, അതിനെ വിൽക്കുന്ന ആൾക്കാരെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ, കുക്ക് ചെയ്യുന്ന ആൾക്കാരെ, കഴിക്കുന്ന ആൾക്കാരെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കലക്റ്റീവ് കർമ്മയാണ്. അവരവരുടെ പോർഷൻ ഓരോരുത്തർ എടുക്കേണ്ടി വരും. വൺസ് ഈവൻ ഒരു രാജാവ് നല്ല രാജഭരണം കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ അവർ പ്രജകൾ ചെയ്യുന്ന കുറ്റങ്ങളുടെ പാപങ്ങളുടെ 1/6 രാജാവിന് എടുക്കേണ്ടി വരും. അതേപോലെ നന്മയും, പ്രജകൾ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവരുടെ നന്മയും 1/6 രാജാവിന് കിട്ടും. അപ്പൊ ഇതാണ് കലക്റ്റീവ് കർമ്മ. ഇൻഡിവിജ്വൽ കർമ്മയുടെ ഞാൻ ചെയ്യുന്ന അത് എനിക്ക് മാത്രം ബാധിക്കുന്ന കർമ്മ. കലക്റ്റീവായിട്ട് മാസ് ആയിട്ടുള്ള കർമ്മ. അതുകൊണ്ടാണ് നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് വരുന്നത്. നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് എർത്ത്, ഫ്ലഡ്, സുനാമി, ഹറിക്കെയിൻ, ഇതൊക്കെ എന്താ? കലക്റ്റീവ് കർമ്മ. എല്ലാവരെയും ഇത് ബാധിക്കും. ഇത് ഒരുപാട് സ്ലോട്ടറിങ് നടക്കുന്നുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ നാച്ചുറൽ കലാമിറ്റീസ് വരാനുള്ള കാരണം. The best part of valor is to maintain the principles despite all kinds of odds. Thus one can be happy during the span of life, ultimately return to God. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രവാദം എപ്പോഴും പറയുന്നത് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ ബാഡ് ബാർഗെയിൻ. ബെസ്റ്റ് യൂസ് ഓഫ് ദ ബാഡ് ബാർഗെയിൻ. എന്താണ് ബാഡ് ബാർഗെയിൻ? നമ്മുടെ ഈ ശരീരം ആഗ്രഹിച്ചു, ഭൗതിക ശരീരം ആഗ്രഹിച്ചു. ഈ ഭൗതിക ശരീരത്തിൽ വന്നത് ഒരു ബാഡ് ബാർഗെയിനാണ്. നമുക്ക് സച്ചിദാനന്ദമായിട്ടുള്ള സ്വരൂപത്തിൽ നിന്ന് ഭൗതിക ശരീരം കിട്ടുക എന്നുള്ളത് ബാഡ് ബാർഗെയിൻ. പക്ഷെ എങ്കിലും നമ്മൾ ആ ഭൗതിക ശരീരത്തിലും ഇരുന്നുകൊണ്ട് ഭഗവത് സേവനം ചെയ്തിട്ട് നമുക്ക് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടി ഭഗവാൻ നമുക്ക് തന്നില്ല. അപ്പോൾ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ ബാഡ് ബാർഗെയിൻ. അപ്പൊ ബെസ്റ്റ് യൂസ് എന്താണ്? ഫോളോയിങ് ദ ധാർമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് as soon as possible go back home, back to God in this life itself. അതിന് അടുത്തൊരു ജന്മത്തിലേക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് അടുത്ത ജന്മത്തിൽ നമ്മൾ എന്തായിട്ട് ജനിക്കും, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇപ്പോ ഇതിന്റെ തത്വം മനസ്സിലായി. എങ്ങനെ നമുക്ക് തിരിച്ച് ഭഗവത് ധാമിലേക്ക് പോവാം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ധാർമിക് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യാം. എസ്പെഷ്യലി കലികാലത്തിൽ നാമജപം, ഫോളോയിങ് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, ഇത്രയും ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് ധാമിൽ പോകാൻ പറ്റും. നമ്മളുടെ അതായത് അസ്തിത്വം വീണ്ടെടുക്കാൻ പറ്റും. ജീവര സ്വരൂപമായ കൃഷ്ണേര നിത്യദാസ്, നമ്മുടെ സ്വരൂപത്തില് നമുക്ക് ഭഗവത് ധാമിൽ പോയിട്ട് ഭഗവാനെ നിത്യസേവനായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ ഇത് ഈ ഒരു സംവാദമാണ് ഇവിടെ ധർമ്മവും അതേപോലെ കൃത്യം നമ്മൾ നടക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുദ്ദേശ കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവ की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे, हरि हरि बोल.